ജ്യോതികുമാർ ചാമക്കാല എല്ലാ കാലത്തും സന്ദീപ് വാര്യരുടെ പേരിനൊപ്പം ചേർത്ത് വെക്കുന്ന ഒരു മുഖമാണ്. അതുറപ്പല്ലേ? ഒരു ചേർത്ത് വെക്കുന്ന ഒരു മുഖം തന്നെയല്ലേ? അതുണ്ടോ ഷാളൊക്കെ സന്ദീപ് വാര്യർ അവിടെ അണിയിക്കുന്നുണ്ട്. സന്ദീപ് ഏട്ടാ, ഇത് ജ്യോതികുമാർ ചാമക്കാല പരിചയല്ലേ? നിങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അറിയുന്നത് ഞങ്ങൾ തമ്മിലുള്ള പരിചയം എന്താണെന്നുള്ളത്. അദ്ദേഹം എൻ്റെ എന്താ പറയുക, ഞാൻ വളരെ ആദരിക്കുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു വക്താവാണ്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത്, പ്രത്യേകിച്ച് അക്കാഡമിക് തലങ്ങളിൽ, യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്കാഡമിക് തലങ്ങളിലൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ്. അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആർഗ്യുമെന്റ്സ് അവതരിപ്പിക്കുന്ന ഒരാളാണ്. എന്തായാലും പല ചർച്ചകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വീറോടെ വാശിയോടെ വാദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചേരിയിലാണ്, ഒരു പാനലിൽ പോകേണ്ടി വരും. വിഷമം തോന്നുന്നുണ്ടോ ജ്യോതിനെ കൈ കിട്ടുന്നില്ല എന്ന്? ഒരു ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് വേണ്ടി ഏറ്റവും ശക്തമായി വാദിക്കുന്ന അദ്ദേഹത്തിന്റെ ഡിബേറ്റുകൾ ഞാൻ ഇന്ന് ധാരാളമായിട്ട് കാണും. ഒന്ന്, രണ്ട്, അദ്ദേഹത്തെക്കാൾ കൂടുതൽ താങ്കളെ ഞാൻ വിമർശിച്ചിട്ടുണ്ടല്ലോ. ഉറപ്പല്ലേ? 1,00,000 ആളുകളുടെ മുമ്പിൽ വെച്ച് താങ്കളുടെ പേരെടുത്ത്, ശ്രീജിത്തിന്റെ പേരെടുത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് വിമർശനം പ്രശ്നമല്ല. അതല്ലല്ലോ. ശ്രീജിത്തിനോട് ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു വിഷമോ വിദ്വേഷമോ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? ഇനി ഒരേ പാനലിൽ നമുക്ക് ചർച്ചയ്ക്ക് പോകാവുന്നതാണ്. അല്ല, ഒരു പാനലിൽ രണ്ടുപേര് പോകേണ്ട കാര്യമല്ലല്ലോ. ഒരേ പാനലിൽ വിവിധ ചാനലുകളിൽ. അല്ല, അത് നോക്കാം, അതൊക്കെ നോക്കാം. എന്തായാലും സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ട്. നമ്മളോടൊപ്പം ജ്യോതികുമാർ ചാമക്കാല കൂടി ചേരുന്നുണ്ട്. ജ്യോതിയേട്ടാ, ഒരു ചർച്ച ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതാ ഒരു ഫ്രെയിം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരേ ഫ്രെയിമിലാണ്. എന്ത് തോന്നുന്നു? സന്തോഷമാണ്. വ്യക്തിപരമായി ഒരു എതിരാളിയെ നഷ്ടപ്പെട്ട വിഷമമുണ്ട്. എങ്കിലും എന്റെ സന്ദീപേട്ടാ കേട്ടില്ല, വ്യക്തിപരമായ ഒരു എതിരാളിയെ നഷ്ടപ്പെട്ട വിഷമം കൂടി ഉണ്ടെന്ന്. എങ്കിലും എന്റെ പാർട്ടിയിലേക്ക് കടന്നു വന്നതിൽ സന്തോഷമുണ്ട്. സന്ദീപിന് ഈ പാർട്ടിയിൽ നന്നായി ശോഭിക്കാൻ കഴിയും. വ്യക്തിപരമായും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അക്കാഡമിക് ഇൻട്രസ്റ്റിലും നന്നായി ശോഭിക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് സന്ദീപിനെ നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിയും. നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് അത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു സ്ഥാനലബ്ധിയിലൂടെയൊക്കെ അദ്ദേഹത്തിന് ഉന്നതങ്ങളിലേക്ക് എത്താൻ കഴിയുന്നുള്ള ഒരു തർക്കവും വേണ്ട. ഓക്കെ, എന്തായാലും സന്ദീപ് വാര്യരും അതുപോലെ തന്നെ ജ്യോതികുമാർ ചാമക്കാലയും ഇനി ഒരേ ഫ്രെയിമിലാണ്. കോൺഗ്രസിന്റെ ഒരേ ഫ്രെയിമിൽ സന്ദീപ് വാര്യരെയും ജ്യോതികുമാർ ചാമക്കാലയും നമുക്ക് കാണാം. പക്ഷേ അത് വിവിധ ചാനലുകളിലായിരിക്കുമെന്ന് മാത്രം. അർഷക്കിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.